അവിടെ ആ ബാക്കിൽ നിൽക്കണ ആ വലിയ മരം ഉണ്ടല്ലോ, അതിൻ്റെ ഒരുവിധ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടോ. ഇതാ ഇലകളൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കണ നല്ല രസമാണ്. ഇങ്ങനെ അതാ വരുന്നുണ്ട് അടുത്ത ഇലകൾ. ചില സമയത്ത് കാറ്റ് വരുമ്പോൾ കുറേ കൂടിയിട്ട് ഒരുമിച്ച് വീഴും കേട്ടോ. ഇതാ ഇവിടുത്തെ ഈ മരത്തിൻ്റെ ഇലകളൊക്കെ നോക്കിക്കേ. ഇപ്പം അധികം ലൈറ്റ് ഇല്ല കേട്ടോ, കാരണം ആകെ ഇരുണ്ട് മൂടിയിട്ട് നിൽക്കണേ. ആ മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ ശരിക്കും നല്ല ഭംഗിയാട്ടോ കളർ കാണാൻ വേണ്ടിയിട്ട്. കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഇത് നമ്മുടെ മേപ്പിൾ ട്രീ ആട്ടോ. ഇതിൻ്റെ ഇലയുടെയും കളറുകൾ മാറുന്നുണ്ട്. അതാ ഇത് നോക്കി, ഇത് നല്ല റെഡായിട്ട് വരുന്നില്ലേ. ഇത് ഫുള്ള് നല്ല റെഡായിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഫുള്ള് എല്ലാവരും കൊഴിഞ്ഞു വീഴും കേട്ടോ. എല്ലായിടത്തും നിറച്ച് ഇലകളൊക്കെ വീണെടുക്കാം. ചില സമയത്ത് ആ ഭയങ്കരമായിട്ട് കാറ്റ് വീശുന്നുണ്ട് കണ്ട. ആ മരത്തുമ്മയ്ക്ക് നോക്കിക്കേ, അതുമേന്ന് അധികം ഇലകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നല്ല തണുപ്പ് തുടങ്ങുമ്പോഴേക്കും മരത്തുമേന്ന് ഇലകളൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് വെറുതെ ഈ മരത്തിൻ്റെ പുള്ളിക്കൊമ്പുകൾ മാത്രമായിട്ടാണ് നിൽക്കുക. കാരണം നല്ല ഐസൊക്കെ വീഴുന്ന സമയത്ത് ഈ മരത്തുമ്മയ്ക്ക് നിറച്ചും ഇങ്ങനെ ഐസ് പിടിക്കുമല്ലോ. ഇലകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്മയ്ക്ക് ഐസ് പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിന് അതൊന്നും താങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പം അതിന് മുമ്പ് തന്നെയായിട്ട് ഈ കാറ്റൊക്കെ വീശി പിന്നെ ഇലകളൊക്കെ പഴുത്ത് അങ്ങനെ ഇലകളെല്ലാവരും താഴെ വീഴും. ഇവിടെ ഉണ്ടല്ലോ, ഒരു വർഷം ഇങ്ങനെ ഇലകളെല്ലാവരും ഫുള്ള് വീഴുന്നതിന് മുമ്പ് ഒരു വർഷം സ്നോ വീണിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് താഴെ വീണു. കാരണം ഈ ഇലയമയ്ക്ക് മൊത്തം ഇങ്ങനെ ഐസ് പിടിച്ചിരുന്നിട്ടേ ഭയങ്കര ഭാരം വയ്ക്കില്ല, ഭയങ്കര ഹെവിയായി. എന്നിട്ട് ഭയങ്കര അപകടമായിരുന്നു ഇവിടേക്ക് ആ സമയത്ത്. കാരണം കുറേ മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണു. സാധാരണ അങ്ങനെ വരാറില്ല, കാരണം ഐസ് വീണതിന് മുമ്പ് മരത്തിൻ്റെ കൊമ്പുകളെല്ലാനും ഇലകളെല്ലാനും അതിനു മുമ്പേ തന്നെ പോകും. പക്ഷെ ഒരു വർഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അതിനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ചില സമയത്ത് നല്ല ആഞ്ഞ് കാറ്റ് വീശും. ആ സമയത്ത് പഴുത്ത് നിൽക്കണ ഒരുവിധം പഴുത്ത് നിൽക്കണ ഇലകളൊക്കെ താഴെ വീഴും. എനിക്കാണ് പ്രകൃതിക്ക് എത്രയും വേഗം എല്ലാവരെയും താഴെ വീഴ്ത്തണമെന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ നല്ല കാറ്റൊക്കെ വരുന്നത്. ഇതെവിടെ നോക്കിക്കേ, ഈ മരത്തിൻ്റെ ഇലയുടെയും കളറുകൾ. ഇത് ഏറ്റവും അവസാനമായിട്ട് ഈ മരത്തിൻ്റെ ഇല കൊഴിയുക. പക്ഷെ ഇതിൻ്റെ കളറൊക്കെ കുറേയൊക്കെ ഇങ്ങനെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ചില മരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടാവും. ആ മരം ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പക്ഷെ നല്ല കാറ്റ് വീശി നോക്കിക്കേ, നല്ല ഭംഗിയാണ്. ഞാനിവിടെ മുകളിൽ ബാൽക്കണിൽ നിന്നിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാം, ഇവിടെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ കാണാമല്ലോ. പക്ഷെ എനിക്കാണ് വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ അല്ല, ഒരു മൂടലുണ്ട്. നോക്കിക്കേ, അത് നല്ല കാറ്റാട്ടാ. നമ്മുടെ പൂച്ചകളൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നേരത്തെ അവരിവിടെ ഉണ്ടായിരുന്നു, ഇപ്പം ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടേക്ക് ആയിരുന്നാലും നമ്മുടെ ഡെക്കിൻ്റെ ഇവിടേക്ക് നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ വീണോണ്ടിരിക്കുക. ഇത് അവിടെ നോക്കിക്കേ, അവിടേക്ക് വീണ് കിടക്കണുണ്ടോ നിറച്ച് ഇലകൾ. ഇന്നിപ്പോൾ പതിവില്ലാത്തവണ നല്ല കാറ്റുണ്ട്. ഇത് ഞാനവിടെ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയതാട്ടാ. ഇത് അവിടെ നോക്കുമ്പോൾ നല്ല രസമല്ലേ, നല്ല ഭംഗിയാണ്. ആ മരത്തിൻ്റെ ഇലയുടെ കളറ് മാറിയത് കാണാൻ വേണ്ടിയിട്ട് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ആ മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ ഇങ്ങനെ മാറി തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗിയായി സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. ഇലകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീണോണ്ടിരിക്കുക. അത് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ഈ മരം നോക്കിക്കേ, അത് നല്ല രസമല്ലേ. കാറ്റത്ത് കിടന്നിട്ട് അതിങ്ങനെ ആടാണ്. ഒരു ഇലകളൊക്കെ ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ കുറേയൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽക്കണ ഇലകളൊക്കെ താഴെ വീഴും കേട്ടോ.
നമ്മുടെ കാജലി ഇരിക്കുന്നുണ്ടല്ലോ, ഇത് ഒരിക്കൽ നമ്മളെ ഒരു കൂട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട് വാങ്ങിച്ചത്. പക്ഷെ അവർ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കില്ലട്ടോ, അതിൻ്റെ മുകളിലായിരിക്കുന്നത്. കാജലിനെ നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, ഒരു തരത്തി ചെളി പോലും മേത്തില്ല കേട്ടോ. അതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ ക്യാഷ് ഇരിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയിലുള്ള ഒരു മുളക് ഞാൻ ഞാത്തിയിട്ട് വേണ്ട, അത് മൊത്തം പൊട്ടിച്ച് താഴെ ഇടുന്നത് നമ്മുടെ ഈ ക്യാഷ് ആട്ടാ ചെയ്യുന്നത്, കാജലല്ല ക്യാഷാണ് ചെയ്യുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കാണാൻ വേണ്ടിയിട്ട്. മരത്തിന്റെ കൊമ്പുമ്മയുണ്ടല്ലോ നിറച്ചും കിളികൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ തണുപ്പ് തുടങ്ങുമ്പോൾ കിളികളൊക്കെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും, തണുപ്പില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. ആ പോണ വഴിക്കുള്ള ഓരോ സ്ഥലത്തേക്കുള്ള ഇരിപ്പാണ് ഈ കാണണത്. കണ്ടമാനം കിളികൾ ഈ സമയത്ത് കൂട്ടത്തേപാടി വരും. ആ മരത്തിന്മേക്ക് നിറച്ചും കിളികളുണ്ട് കേട്ടോ, കണ്ടമാനുണ്ട്. ഭയങ്കര സൗണ്ട് കേട്ടിങ്ങനെ ഞാൻ വന്ന് നോക്കിയത്, എന്തോരോന്നറിയാം. എൻ്റെ മുകളിൽ കിടന്ന് പറക്കണുണ്ടോ. ചില സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ പറക്കൽ പറക്കട്ടോ, അപ്പം നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഈ പിന്നിൽ കാണുന്നതാ നമ്മുടെ നിത്യവഴുതനങ്ങ. ഇതിപ്പോ രാത്രിയൊക്കെ ആവുമ്പോ അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇപ്പൊ പകലായിരുന്നാലും ഇന്നിപ്പോ അത്രയ്ക്ക് തണുപ്പില്ല, പക്ഷെ ചില സമയത്ത് അത്രയ്ക്ക് തണുപ്പല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷെ ചില സമയത്ത് ഭയങ്കര തണുത്ത കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നിത്യവഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടോന്ന്. കുറെ വൈകിട്ട് ഇത് സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നിത്യവഴുതനങ്ങ അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ളത്. കാരണം ഇത് തുടക്കത്തിലേ തന്നെ പയറൊക്കെ ഉണ്ടാവുന്നതിനേക്കാളും മുമ്പ് തന്നെ ഇതാണ് ഏറ്റവും ആദ്യം നന്നായിട്ട് പടർന്ന് കയറി പിടിച്ചത്. പക്ഷെ ഇതുമ്പോൾ പൂ ഉണ്ടായത് വളരെ ലേറ്റായിട്ടാണ് ഇതുമ്പോൾ പൂ ഉണ്ടായത്. കുറേയൊക്കെ നമുക്ക് നിത്യവഴുതനങ്ങ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതുമ്പോൾ കുറേ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് പൂ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, കുറച്ചും കൂടി നേരത്തേക്ക് ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ പറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാനിത് പറിച്ചിട്ട് കറി വെച്ചിട്ടില്ല, കാരണം നമുക്ക് അധികമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതും ഒരു തരം കറയുണ്ട് കേട്ടോ. ഇതെന്റെ സാരിമ്പാവെന്ന് തോന്നുന്നു ഇതിന്റെ കറ. നല്ല ഒരു തരം വെളുത്തിട്ട് ഒരു തരം ഇതാ പാല് പോലെ ഇതിന്റെ കറ.
പിന്നെ നമുക്ക് ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ ആ ചെറിയ വീടിന്റെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് 4 ദിവസം ഭയങ്കര കാറ്റും മഴയത്തൊക്കെ എല്ലാം കൂടി ഇടിഞ്ഞുകൊണ്ട് വീണെന്ന് പറഞ്ഞില്ലേ, അതുമേന്ന് ഞാൻ കുറച്ച് പറിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ താഴെ വീണ് നടന്നിട്ട് നമ്മുടെ കോഴിയും താറാവൊക്കെ കൂടിയിട്ട് അത് കൊത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു മരം ഉണ്ടായിട്ടില്ലേ നമ്മുടെ കോഴിക്കൂടിൻ്റെ അവിടെ, അതുമേ മുകളിലേക്ക് പടർന്ന് കയറി പോയേക്കാം. അതിനെ എല്ലാവരും കൂടിയിട്ട് പറിച്ച് താഴത്തേക്ക് ഇട്ടാൽ എന്നിട്ടാണ് അതുമേന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം നല്ലൊരു കറി വെക്കാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെനിക്ക് തോന്നുന്നു ചെറിയ തണുപ്പാണ് ഇഷ്ടമെന്ന് തോന്നുന്നത്. അതുകൊണ്ടാന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ തണുപ്പ് തുടങ്ങിയിരുന്ന സമയത്ത് ഇത് ഉണ്ടായത്. ഇതിന് എന്തോ ഒരു പശയായിട്ടുള്ള ഞാനിതെല്ലാവരും ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ കേട്ടാ. ഇപ്പോൾ കുഴപ്പമില്ല, ചില സമയത്തുണ്ടല്ലോ ഭയങ്കര തണുത്ത കാറ്റ് വീശും. എൻ്റെ ഈ ബാഗിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ നല്ല ട്രീയുടെ കളറ് മാറി നിൽക്കുന്നുണ്ടാവും. അത് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരുവിധ എല്ലാ മരത്തിൻ്റെയും ഇലയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല രസമാണ്. രാവിലേക്ക് മോർണിംഗിൽ ഞാൻ ആ ബാൽക്കണിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, അല്ല 1 ആഴ്ച 1.5 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇലകളെല്ലാവരും കൊഴിഞ്ഞു പോകണ്ട, പിന്നെ ഐസ് വീഴും. ഇത് എന്ന് പറഞ്ഞു എന്ത് പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ വാടിയെന്ന് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു തണുപ്പ് വേണം താനും, അന്ന് ഇതിൻ്റെ ഇലയ്ക്ക് തണുപ്പിന് അത്രയ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടമാനം പൂട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എന്തോരം ഇതിപ്പോൾ പൂട്ടേക്കണേന്ന് അറിയാം, പക്ഷേ നമുക്ക് ഉണ്ടായി കിട്ടില്ല. പിന്നെ നമ്മുടെ ഇതിവിടെ നിൽക്കുന്നുണ്ട്, എന്താ നമ്മുടെ കോവലം. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കോവലാണ്. പക്ഷേ കോവയ്ക്ക് എന്നാലും നമുക്ക് അങ്ങനെ അധികം നമുക്ക് ഉണ്ടായി കിട്ടില്ല. പക്ഷെ ഇത് അധികം പഴക്കമില്ലാത്ത നമ്മുടെ കോവലത്തിൻ്റെ തണ്ടായിരുന്നു, കുറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും കോവലം കുറച്ചും കൂടിയും മൂപ്പ് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടും. ചില സമയത്ത് വെയിൽ വന്നും ചില സമയത്ത് ഭയങ്കര ഷെയ്ഡും കിട്ടും. അങ്ങോട്ടേക്ക് പടർന്ന് പോയിട്ടുണ്ട് ആ സൈഡിലേക്ക്. അപ്പൊ ഇതാട്ടെ നമ്മുടെ നിത്യവഴുതനങ്ങ. നോക്കിക്കേ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. എന്നെ കൈമ നോക്കിക്കുക നിറച്ച് അതിൻ്റെ കറയട്ടാ. ഇത് അത്യാവശ്യം നല്ല വലുതായതാ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പൂക്കളൊക്കെ പോണേന് മുമ്പ് സാരിയൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് ഒഴിവ് കിട്ടിയൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ സാരിയാണ് സാധാരണ ഞാൻ എടുക്കൽ വളരെ കുറവാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് സാരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നേ വരെ സാരി ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുവന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ വിചാരിക്കും സാരി എടുക്കണമെന്ന്. പക്ഷേ നേരൊക്കെ വെള്ളത്തിൽ പള്ളിയിൽ പോകണ നേരമാകുമ്പോൾ ഞാൻ എപ്പോഴും ചുരിദാർ ഇട്ടിട്ട് തന്നെ പോകാറുള്ളൂ. എനിക്കാണ് ഞാൻ പള്ളിയിൽ സാരിയൊക്കെ എടുത്ത് പോയേക്കുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഓക്കെ സാരിയൊക്കെ എടുത്തിട്ട് പുറത്ത് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വിചാരിച്ചു എന്തായിരുന്നാലും അതിൻ്റെ ഒപ്പം ഡ്രസ്സ് മാറുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം പിന്നെ എന്തായിരുന്നാലും നമ്മുടെ വഴുതനങ്ങ നമുക്കിപ്പോൾ നിത്യവഴുതനങ്ങ, സാധാരണ വഴുതനങ്ങയല്ല നിത്യവഴുതനങ്ങ. ഇപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പറിക്കേണ്ട സമയമായി. കാരണം അല്ല ഇപ്പോഴും കുറേ പൂവൊക്കെ ഇതുമ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇനി പൂ ഉണ്ടാവുന്നത് നമുക്ക് ഇനി ഉണ്ടായി കിട്ടില്ല നമുക്ക്.